നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കുളത്തുമ്മൽ LP സ്കൂളിലാണ്. ഇവിടെ ഒരു ഫ്രണ്ടിൽ ആർച്ചിൽ തന്നെ ഒരു ബോർഡ് ഉണ്ട്, കളക്ഷൻ പോയിന്റ് കുളത്തുമ്മൽ LPS. പിന്നെ അത് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും എന്റെ കൂടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിഷ്മ. നമസ്കാരം. ഇവിടെ എന്താ സംഭവം? എന്താണ് ഇവിടെ നമ്മള് കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണിത്. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, സൈക്കിൾ, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യുക. അതാണ് നമ്മുടെ പദ്ധതി, കെയർ ആൻഡ് ഷെയർ എന്ന പദ്ധതിയുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഭാഗ്യവശാൽ നമുക്ക് പഠനോപകരണങ്ങളെല്ലാം തന്നെ പുതിയ സാധനങ്ങൾ വന്നു. ഫർണിച്ചറുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം റീയൂസബിൾ ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൽ സന്തോഷം, കളക്ടർ ഉൾപ്പെടെ നമ്മുടെ ഈ പരിപാടി അഭിനന്ദിച്ചു എന്നുള്ളതാണ്. അത് സമയപരിമിതി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. വളരെ കുറച്ച് സമയപരിമിതി കൊണ്ട് നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതിലുപരി കാട്ടാക്കടയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ് ഈ ഒരു സമയം. കാട്ടാക്കടയിലെ നല്ല മനസ്സുള്ള ഒത്തിരി മനുഷ്യർ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചു. നല്ല വിലയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ, ഫർണിച്ചറുകളായിക്കോട്ടെ, അവരുടെ പൈസ മുടക്കി കൃത്യമായിട്ട് അവർ കൊണ്ടെത്തിച്ചു. കൊണ്ടെത്തിച്ചു. ഞങ്ങൾ അവർ ചോദിച്ചു, അവിടെ കൊണ്ടെത്തിച്ചു. അതിൽ അവർ പറഞ്ഞ പ്രധാന കാരണം നമ്മൾ പൊതുപരിപാടി നടത്തുന്നില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അത് വ്യക്തിപരമായി ഒരു ജനപ്രതിനിധി നിലയിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഈ മക്കളെ വിളിച്ചിരുത്തി അവരുടെ ആത്മാഭിമാനത്തിനെ ക്ഷതമേൽപ്പിക്കുന്ന ഒരു രീതി പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പരമാവധി ചെയ്തു വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ കളക്ഷൻ പോയിന്റ് നമ്മളൊരു ഏകദേശം 10-30ഓളം പേര് വന്ന് ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ സൈക്കിളാണ്. ഒരു 3-4 പേര് സൈക്കിൾ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ആകെ 4 സൈക്കിളാണ് നമുക്ക് കളക്ഷൻ വന്നിട്ടുള്ളത്. ആ 4 പോയി. സ്റ്റഡി ടേബിളുകളും 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിമിതി നമുക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒരു 30 പേരോളം ആൾക്കാർ വന്ന് കളക്ട് ചെയ്തു. ഇനി നമുക്ക് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് നമ്മൾ ഈ പരിപാടി. എല്ലാ ഐറ്റങ്ങളും വിദ്യാർത്ഥികൾക്ക് അതെ അത് നമ്മൾ ഉപയോഗിക്കും. നമ്മളിവിടെ ശേഖരിക്കും. അതില് ചിലതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഫർണിഷ് ചെയ്യാനും കൊടുക്കുന്നുണ്ട്. പെയിന്റിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ഞങ്ങൾ പോകുന്നു. ഇപ്പൊ ബുദ്ധിമുട്ട് ഈ സൈക്ലിംഗിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ 8-9 പഠിക്കുന്ന മക്കൾക്ക് സൈക്കിൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരന് 12,500 കൊടുത്ത് പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റഡി ടേബിളുകൾ, ഈ കട്ടിലിരുന്ന് കുഞ്ഞിരുന്ന് പഠിക്കുന്ന മക്കൾക്ക് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുണ്ട്. പല വീടുകളിലും വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള മക്കൾ, കുഞ്ഞിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്ന മക്കളുണ്ട്. അവർക്കൊരു സ്റ്റഡി ടേബിളും ചെയറൊക്കെ വലിയൊരു അനുഗ്രഹമായിരിക്കും സാധാരണക്കാർക്ക്. ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇല്ല ആ ഒരു പരിപാടി നമ്മളില്ല. അത് തുടക്കത്തിലേ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴേ ഒരു പൊതുപരിപാടിയോ പബ്ലിസിറ്റിയോ ഒന്നുമല്ല. കാരണം ഇത് അവർക്ക് ആത്മാഭിമാനമുണ്ട്. പുതിയ മക്കൾ ചിന്തിക്കുന്നവരാണ്. പിന്നെ സാധാരണക്കാരുടെ വീട്ടിലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പുറത്ത് പറയുന്നില്ലെങ്കിലും ഇന്നും സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും പലിശക്കെടുത്തും അതുപോലെ ചിട്ടി പിടിച്ചും മക്കളെ അധ്യയന വർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന മിഡിൽ ക്ലാസ് വരെ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർ പുറത്ത് പറയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബുക്കിന് 60, 40, 50 ഒക്കെ വിലയുണ്ട്. ഒരു 10 ബുക്കിന്റെ പൈസ മാറിയാൽ അവർക്ക് അത്രയും വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ ഈ ദിവസം നിൽക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷമുണ്ട്. തുടക്കക്കാരി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി നിലയിൽ സന്തോഷം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ഇനിയും ഇതിൽ കൂടുതലായി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 4 പത്രത്തിൽ വാർത്ത കൊടുത്തു. അല്ലാതെ സോഷ്യൽ മീഡിയ വഴി ആണ് കൂടുതലും നമ്മളിത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, പോസ്റ്ററുകളായിരുന്നാലും. അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവർ ഇനിയും ഞങ്ങളുടെ കൂടെ തുടക്കക്കാരായ ജനപ്രതിനിധികളായ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ 24-ാം തീയതി ആരംഭിച്ച പ്രോഗ്രാമാണ്. 27-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ആർക്കെങ്കിലും നമ്മുടെ മക്കളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ദയവായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.